അമേരിക്ക ചൈന കൂട്ടുകെട്ട് ശക്തമാകുന്നു. പാകിസ്ഥാൻ ആകട്ടെ ചിത്രത്തിൽ നിന്നും പുറത്താകുന്ന കാഴ്ചയാണ് കാണുന്നത്. ലോകരാഷ്ട്രീയത്തിൽ തന്നെ ഇവിടെ നിർണായക സന്ദേശവുമായി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് രംഗത്ത് വന്നിരിക്കുകയാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയിൽ ഏറ്റുമുട്ടലിനല്ല സഹകരണത്തിനാണ് ആഹ്വാനം ചെയ്തിരിക്കുന്നത് എന്നതാണ് ചൈന ഇപ്പോൾ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. അദ്ദേഹമാകട്ടെ ഒരു നിർണായക ഉഭയകക്ഷി ചർച്ചയിലാണ് ഇത്തരത്തിൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് സുപ്രധാന പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നത്. ചൈനയും അമേരിക്കയും ഇനി എതിരാളികളാകേണ്ടതല്ല, ലോകത്തെ രണ്ട് വൻ ശക്തികൾ അല്ലെങ്കിൽ പങ്കാളികളായി തന്നെ മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണ്. അത്തരത്തിലൊരു രീതിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്നതാണ് ഷീ ജിൻപിങ് വ്യക്തമാക്കിയിരിക്കുന്നത്. ലോകം ഇപ്പോൾ വലിയ മാറ്റങ്ങളുടെ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്നും ഒരു നൂറ്റാണ്ടിൽ കാണാത്ത തരത്തിലുള്ള പരിവർത്തനങ്ങളാണ് ആഗോളതലത്തിൽ നടക്കുന്നതെന്നും ഷീ ജിൻപിങ് ഇവിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. അന്താരാഷ്ട്ര സാഹചര്യം അസ്ഥിരവും പ്രക്ഷുബ്ധവുമാണ് എന്നും ലോകം ഒരു പുതിയ വഴിത്തിരിവിലേക്ക് എത്തിയിരിക്കുകയാണ് എന്നതാണ് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതേപോലെ 9 വർഷത്തിന് ശേഷമാണ് ഡൊണാൾഡ് ട്രംപ് ചൈനീസ് സന്ദർശനത്തിനെത്തുന്നതും. വേങ്കയിലാകട്ടെ ട്രംപിനെ ഷീ ജിൻപിങ് ഔപചാരികമായി തന്നെ സ്വീകരിക്കുകയും കൂടിക്കാഴ്ചയിൽ സന്തോഷം രേഖപ്പെടുത്തുകയും ചെയ്തു. US ചൈന കൂടിക്കാഴ്ച ലോകം മുഴുവൻ ഉറ്റുനോക്കുകയാണ് എന്നും ഷീ ജിൻപിങ് വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതേസമയം വ്യാപാരം, യുദ്ധം, സാങ്കേതിക വിദ്യ, തായ്വാൻ വിഷയം, ആഗോള സാമ്പത്തിക പ്രതിസന്ധി എന്നിവയുൾപ്പെടെയുള്ള നിർണായക വിഷയങ്ങളിൽ ചർച്ച ഇവിടെ നടത്തി അതിന് ഇടം പിടിച്ചു എന്നതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ലോക സാമ്പത്തിക വ്യവസ്ഥയെയും അന്താരാഷ്ട്ര നയതന്ത്ര ബന്ധങ്ങളെയും സ്വാധീനിക്കാൻ സാധ്യതയുള്ള കാഴ്ചപ്പാട് അല്ലെങ്കിൽ ആ ഒരു കൂടിക്കാഴ്ചയായതിനാൽ തന്നെ ഇത് ആഗോള ശ്രദ്ധ പിടിച്ചുപറ്റുന്നതായി തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ട്രംപിന്റെ പ്രതികരണവും ചർച്ചയുടെ അന്തിമ ഫലവും ലോകം കാതോർത്ത് തന്നെയാണ് ഉറ്റുനോക്കുന്നത്. ചൈനയ്ക്കും US-നും ഇടയിൽ ഒരു പുതിയ മാതൃക സൃഷ്ടിക്കാൻ കഴിയുമോ എന്നതും ഷീ ജിൻപിങ് ഇവിടെ ചോദ്യമായി തന്നെ ഉന്നയിക്കുന്നുണ്ട്. ആഗോള വെല്ലുവിളികളെ ഒരുമിച്ച് നേരിടുവാനും ലോകത്തിന് കൂടുതൽ സ്ഥിരത നൽകുവാനും നമുക്ക് കഴിയുമോ എന്നും നമ്മുടെ രണ്ട് ജനങ്ങളുടെയും അതുപോലെ തന്നെ മനുഷ്യരാശിയുടെ ഭാവിയുടെയും താല്പര്യങ്ങൾക്കായി തന്നെ നമ്മുടെ ഉഭയകക്ഷി ബന്ധങ്ങൾക്ക് ഒരുമിച്ചൊരു ശോഭനമായ ഭാവി ഇവിടെ ഉണ്ടാക്കാൻ കഴിയുമോ എന്നതും അദ്ദേഹം ഇവിടെ ചോദ്യമായി തന്നെ ഷീ ജിൻപിങ് ഉന്നയിക്കുന്നുണ്ട്. US-നും ചൈനയ്ക്കും പൊതുവായ താല്പര്യങ്ങൾ ഉണ്ട് എന്ന് താൻ വിശ്വസിക്കുന്നുവെന്നും ഒന്നിലെ വിജയം മറ്റൊന്നിനുള്ള അവസരമാണ്, സ്ഥിരതയുള്ള ഒരു ഉഭയകക്ഷി ബന്ധം ലോകത്തിന് നല്ലതാണ് എന്നും ചൈനയ്ക്കും അമേരിക്കയ്ക്കും സഹകരണത്തിൽ നിന്ന് നേട്ടങ്ങളും അതുപോലെ തന്നെ ഏറ്റുമുട്ടലിൽ നിന്ന് നഷ്ടങ്ങളും നേരിടേണ്ടി വരുമെന്നും വ്യക്തമാക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ എതിരാളികളല്ല പങ്കാളികളായിരിക്കണമെന്നും പരസ്പരം വിജയിക്കുകയും അഭിവൃദ്ധി പ്രാപിക്കുകയും പുതിയ യുഗത്തിൽ പ്രധാന രാജ്യങ്ങൾ പരസ്പരം നന്നായി തന്നെ ഒത്തുചേരുന്നതിനുള്ള ശരിയായ വഴി ഇവിടെ കണ്ടെത്താൻ സാധിക്കുകയും ചെയ്യണമെന്നതാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ ഉഭയകക്ഷി ബന്ധങ്ങളിൽ ഒരു പുതിയ അധ്യായം തുറക്കാൻ ഇരു രാജ്യങ്ങൾക്കും ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിയണമെന്നും ചൈനീസ് പ്രസിഡന്റ് ഇവിടെ പ്രത്യാശ പ്രകടിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.